ഞാൻ പറഞ്ഞ എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല, അതാണ് നിങ്ങളുടെ വിലയിരുത്തലിന്റെ ഒരു വശം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും അടക്കം 3 പഞ്ചായത്തുകളിലും നഗരസഭയ്ക്ക് തുല്യമായ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 4000 വോട്ട് കുറഞ്ഞത്, 2000 വോട്ട് കുറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ്, 2000 വോട്ട് കുറഞ്ഞത് നഗരസഭയിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വോട്ട് കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ വസ്തുതാപരമല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ ബൂത്തുകളും പരിശോധിക്കും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളെ എടുത്ത് എല്ലാ ബൂത്തുകളും പരിശോധിച്ച് ശരിയായ വിമർശനം നടത്തി, വിശകലനം നടത്തി, നഷ്ടപ്പെട്ട പിന്തുണ ചെറുതാണെങ്കിലും, ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല, ചെറുതാണെങ്കിലും നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാൻ വരും ദിവസങ്ങളിൽ ശ്രമിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള മുന്നോട്ട് വന്നു. ഇല്ല, അങ്ങനെ ഈ വാർത്തകളെല്ലാം തെറ്റാണ്. ശോഭാ സുരേന്ദ്രൻ ആരെയും അട്ടിമറിച്ചിട്ടില്ല. ഒരു നഗരസഭാ കൌൺസിലറും ആരെയും അട്ടിമറിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ല ഇത്. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു. ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഉദ്ദേശം പറയുന്നു. ഇല്ല, ഞാൻ അതല്ല, ഇത്രയല്ലേ പറയാൻ പറ്റില്ല. അത് പറയില്ല, പേരുകൾ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ വെറുതെ ഇനി വീണ്ടും വീണ്ടും ആ സ്ത്രീയെ കുറിച്ച്, പാവം, അവര് ഒരു നന്നായി പ്രവർത്തിച്ചാണ് അവിടെ, ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും വലിച്ചെടുക്കണ്ട. എന്ത് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, അതന്നെ ഇനി ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? ശരി, അതും പരിശോധിക്കും. അവർക്ക് അങ്ങനെ പറയാൻ അധികാരമുണ്ടോ, അവരെങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞാൻ പരിശോധിക്കും. ഞങ്ങൾ പരിശോധിക്കും, എല്ലാം പരിശോധിക്കും. ശരി, എല്ലാം ഞാൻ ഇനി എന്താ ചെയ്യാൻ പറ്റുക? എല്ലാം പരിശോധിക്കുമെന്ന് പറഞ്ഞില്ലേ? പറയട്ടെ പരസ്യ പ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചും എല്ലാം പരിശോധിക്കും. പാർട്ടിക്കകത്ത് ഒരു സംവിധാനമുണ്ട്, ആ മുകളിൽ ആരാണെങ്കിലും പരിശോധിക്കും. അയാൾ എന്താണ് പിന്നെ? അവനല്ലേ ഇപ്പൊ ഞങ്ങളെ പാർട്ടിയിൽ എന്റെ രാജി ആവശ്യപ്പെടുന്നത്? അവനല്ലേ എന്റെ രാജി ആവശ്യപ്പെടുന്നത്? അല്ല അതല്ലേ ആവശ്യപ്പെടുന്ന? അവരെ 3 പേരാണ് രാജി ആവശ്യപ്പെട്ടത്. മുരളീധരൻ പ്രസിഡന്റായ കാലത്ത് പോലും ഈ തരത്തിലുള്ള അക്രമം തോൽവിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സുരേന്ദ്രനെ പാർട്ടിയിലുള്ള ആളുകളെല്ലാം, പാർട്ടിയിൽ ആരില്ല, ഒരാളുമില്ല. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ കടന്നാക്രമിക്കുന്നു. പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ് എന്നെ കടന്നാക്രമിച്ചിട്ടില്ല. അങ്ങനെ ആക്രമിക്കാൻ ആരും തയ്യാറാവുന്നവരെ കുറിച്ച് നിങ്ങൾ ഒരാളും ആക്രമിക്കില്ല. ഏതാക്രമിക്കും? എന്നെ ആരാക്രമിക്കും? ഒരു രംഗത്തും വരില്ല. എനിക്കെതിരെ അല്ലെന്ന് വെറുതെ നിങ്ങൾ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാം പരിശോധിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിക്കാം. ശരി, ഈ വിഷയത്തിൽ ഇനി എന്താ ചോദിക്കാനുണ്ടോ? നിങ്ങൾ എന്താണ് ഈ അത് കിട്ടിയില്ലെന്ന് സതീശൻ പറഞ്ഞില്ലല്ലോ. കിട്ടിയെന്ന് തന്നെയല്ലേ പറഞ്ഞത്. കിട്ടിയെന്ന് മാത്രമാണോ? ആഹ്ലാദപ്പെടാൻ ആരാ നടത്തിയത്? ഇതെല്ലാം നമ്മൾ കണ്ടതല്ല. അതുകൊണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഇപ്പം അല്പസമയം മുൻപ് ഈ ജാവേദ്കറിന്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ല, പാർട്ടി രാജി ആവശ്യപ്പെടുകയുമില്ല, LDF യൂണിറ്റും അഭ്യൂഹം പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം അത്തരത്തിലൊരു ട്വീറ്റ് നടത്താനുള്ള കാരണം എന്താണ്? താങ്കൾ വ്യക്തിപരമായിട്ടല്ല ഇതിൽ കാണുന്നത് എന്ന് പറയുമ്പോഴും താങ്കൾ ഏതെങ്കിലും തരത്തിൽ ഒരു രാജി... അല്ല, ഞാൻ അതിനെന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ, സെൻട്രൽ പാർട്ടി എന്താണ് പറയുന്നത് നോക്കാന്ന്. നിങ്ങൾ എന്തിനാണ്? ഞാൻ അതന്നെയല്ലേ പറഞ്ഞത്. പ്രകാശ് ജാവ്ദേക്കർജി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിപ്പോഴല്ലേ? അതിന് നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കർജി നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ അക്സസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ ചോദ്യം, അദ്ദേഹം ഇത് പറഞ്ഞല്ലോ, ഇദ്ദേഹം എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് ചോദിക്കും. ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ പഴയ കുറെ കണക്കുകൾ വെച്ചിട്ട് പറയുകയാണ് ചെയ്തത്. 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് വോട്ട് ആണല്ലോ തിരിച്ചടിയായിരുന്നു. 2004 തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോ PS ശ്രീധരൻപിള്ള രാജിവെച്ചിരുന്നു. ആ മാതൃക ഇല്ല. എവിടെയാണ് നിങ്ങൾ പറയുന്നത്? 2004 ഒന്നാമത് നിങ്ങൾക്ക് ഒരു വസ്തുത അറിയില്ല.
2004 ശ്രീധരൻപിള്ള സാർ രാജിവെച്ചിട്ടില്ല. ഇല്ല. വെറുതെ എന്തിനാണ് പറയുന്നത്? അല്ലല്ല, ഞാനിപ്പോ ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കൊടുത്ത അതിനുള്ള മറുപടി ഞാൻ പച്ച മലയാളം മനസ്സിലാവുന്ന എല്ലാവരോടും പറഞ്ഞു. ഇനി ഇവിടെ ചോദിക്കുന്നു. ശരി, ഇനി സമയമുണ്ടല്ലോ.